നമസ്കാരം. CPM നേതാവ് MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പഠനാവശ്യങ്ങൾക്കായി വിട്ടു നൽകും എന്നാണ് പാർട്ടി ആദ്യ ഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്നും തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തോട് യോജിക്കാനാകില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിയെ ആശ ലോറൻസ് എന്ന MM ലോറൻസിൻ്റെ രണ്ടാമത്തെ മകൾ സമീപിക്കുന്നതോടുകൂടി രംഗം വഷളാകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. MM ലോറൻസിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരുന്ന സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. അതിനുശേഷം കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ MM ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്തിമ തീരുമാനമാകുന്നതുവരെ ഈ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് എന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് മകൾ ആശ ലോറൻസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ആശ ലോറൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് MM ലോറൻസ്, ബേബി ലോറൻസ് ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ആശ. പെൺമക്കളിൽ മൂന്നാമത്തത് സുജയാണ്. ഭർത്താവ് ബോബൻ വർഗീസുമാണ്. രണ്ടുപേരും സിവിൽ എഞ്ചിനീയേഴ്സാണ്. കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതുവരെ സുജ കടുത്ത നിരീശ്വരവാദിയായിരുന്നു. വിവാഹശേഷം ദൈവവിശ്വാസത്തിലേക്ക് വന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ വിശ്വാസികളായിരുന്നു. ഭർത്താവ് ബോബൻ വർഗീസ് സെമിനാരിയിൽ പഠിക്കാൻ പോയതാണ്. 3 സഹോദരിമാർക്കും അമ്മയ്ക്കും വേറെ ആരുമില്ലാതെ വന്നപ്പോൾ സെമിനാരി പഠനം ഉപേക്ഷിച്ച് തിരികെ കുടുംബജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ്. സുജയും ഭർത്താവും പല വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്ത് ബൈബിൾ പ്രഭാഷണം നടത്തുന്നവരാണ്. അവർ കമ്മ്യൂണിസത്തിന് എതിരുമാണ്. ബോബൻ വർഗീസ് സെമിനാരി ഉപേക്ഷിച്ചതിന് പ്രായശ്ചിത്തമായി സാമ്പത്തിക സഹായം നൽകി പലരെയും പള്ളിയിൽ അച്ഛന്മാരാകാൻ പഠിപ്പിച്ചിട്ടുള്ളവരാണ് ഇവർ. രണ്ടുപേരും കഠിനമായി ജോലി ചെയ്ത് സമ്പന്ന കുടുംബമായി ജീവിക്കുന്നു. 3 ആൺമക്കൾ വിദേശീയരെ വിവാഹം ചെയ്തു. വിദേശങ്ങളിൽ സെറ്റിൽഡാണ്. ബൈബിൾ പ്രചരണത്തിന് വേണ്ടി സ്വന്തം ക്യാഷ് മുടക്കി വിദേശങ്ങളിൽ പോകുന്നവരാണ്. സ്വന്തം വീട് ഒരു പ്രാർത്ഥനാലയമാക്കണമെന്ന ആഗ്രഹം സുജ പലപ്പോഴും പറയാറുണ്ട്. അപ്പച്ചൻ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം, കമ്മ്യൂണിസം ഉപേക്ഷിക്കണം എന്ന് സുജ അപ്പനോട് എപ്പോഴും പറയുമായിരുന്നു. അപ്പൻ ഒരിക്കൽ ഒരു ബൈബിൾ മേടിച്ചു കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മ സുജയുമായിരുന്നു. ഇംഗ്ലീഷ് ബൈബിൾ, അമ്മ മലയാളം ബൈബിളാണ് വായിച്ചിരുന്നത്. ആരെ മുന്നിൽ കിട്ടിയാലും ബൈബിൾ വാചകങ്ങൾ പറയാതെ സുജ വിടില്ല. കഠിനമായി പ്രാർത്ഥിക്കുന്നയാളാണ്. 23/9/2024 എൻ്റെ മകൻ്റെ കഴുത്തു പിടിച്ച് തിരിച്ചത് സുജയുടെ ഭർത്താവായ ബോബൻ വർഗീസാണ്. ബോബൻ ചേട്ടൻ എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ഇനി മുതൽ അയാൾ എനിക്ക് ആരുമല്ല. ദൂരെ പോ സാത്താനെ എന്ന് ഇനി ഞാൻ അയാളോട് പറയൂ. ടൗൺ ഹാളിൽ നടന്നത് പുറം ലോകം അറിയുമ്പോഴും ഞാൻ ഒന്നും തന്നെ അറിയുന്നില്ലായിരുന്നു. 23/9/2024 രാത്രി 12 മണിക്കാണ് ഞാൻ ആ ദൃശ്യങ്ങൾ കാണുന്നത്. എൻ്റെ ജീവനും ജീവിതവും കൊടുത്തു വളർത്തിയ മകനെ ചെകുത്താൻ പോലും കണ്ണീർ വാർക്കുന്ന വിധത്തിൽ ക്രൂരമായി മർദ്ദിച്ചത് എൻ്റെ മരണം വരെ ഞാൻ ക്ഷമിക്കില്ല. 9 പേരക്കുട്ടികളാണ് ഞങ്ങളുടെ തറവാട്ടിലുള്ളത്. അതിലേറ്റവും മൂത്ത രഞ്ജുവാണ് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ മകനോട് ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കാനും നോക്കിയത്. മിലനാണ് ഏറ്റവും ചെറിയ പേരക്കുട്ടി. സഖാത്തികൾ എൻ്റെ പുറത്ത് കുത്തുകയും മറ്റും ചെയ്യുമ്പോൾ വേദന കൊണ്ട് ഞാൻ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും മിലനെ ആക്രമിക്കാൻ മുതിർന്ന സഖാത്തിയെ തള്ളി മാറ്റുകയും ചെയ്തു. പിന്നീട് എന്നെ തള്ളി താഴെ വീഴ്ത്തി. വീണ് കിടന്ന എന്നെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച മിലനെയും അവർ തള്ളി വീഴ്ത്താൻ നോക്കി. ഇതിനു മുമ്പാണ് ബോബൻ വർഗീസ് എന്ന ഹോളി ബൈബിൾ വിശ്വാസി എൻ്റെ മകൻ മിലനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഞാൻ 23/9/2024 രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ദൃശ്യം കാണുന്നത്. ഞെട്ടിത്തരിച്ചുപോയി. സുജയെയും ഈ ക്രൂരനെയും ഫോണിൽ വിളിച്ചിട്ടെടുത്തില്ല. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. രാവിലെ അവരുടെ മകൻ രഞ്ജുവിൻ്റെ റിപ്ലൈ വന്നു ന്യായീകരിച്ചുകൊണ്ട്. സാധാരണ ഒരു അക്രമമായിരുന്നില്ലല്ലോ ഞങ്ങൾ നേരിട്ടത്. അതിക്രൂരമായ ആൾക്കൂട്ട ആക്രമണമായിരുന്നു. ഡിജിറ്റൽ യുഗമായതുകൊണ്ട് തെളിവും സാക്ഷികളും അന്വേഷിച്ച് പോലീസിന് സമയം കളയണ്ട. എല്ലാം കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ജനങ്ങളും നീതിപീഠവും കണ്ടതാണല്ലോ. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ക്രൂരമായ ആക്രമണം ഞാനും മകനും നേരിട്ടത്. ഇവരുടെ മൂത്ത മകൻ രഞ്ജുവും പ്രതിയാണ്. എന്നെ മിലനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാനും മിലനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ രഞ്ജുവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. രഞ്ജു ഫിലിപ്പീൻസിൽ സെറ്റിൽഡാണ്. സ്പോർട്സ് കാർ റൈസറാണ്. സ്പോർട്സ് കാറിൻ്റെ വർക്ക്ഷോപ്പും നടത്തുന്നുണ്ട്. 4 മക്കളാണ് രഞ്ജുവിന്.
2 ആൺമക്കളും 2 പെൺമക്കളും, കുഞ്ഞുമക്കൾ. എൻ്റെ മകനെ രഞ്ജു ഭീഷണിപ്പെടുത്തിയതിനും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനുമെല്ലാം തെളിവുണ്ട്. എന്നിട്ട് ഞാനും മിലനും രഞ്ജുവിൻ്റെ പേര് പരാതിയിൽ ഉൾപ്പെടുത്താതിരുന്നത് രഞ്ജുവിൻ്റെ വഞ്ചകരും ക്രൂരന്മാരുമായ പാരൻസിനെ ഓർത്തല്ല, രഞ്ജുവിനെ ഓർത്തല്ല, രഞ്ജുവിൻ്റെ ഭാര്യയെ ഓർത്തല്ല, അവൻ്റെ 4 മക്കളെ ഓർത്താണ്. ക്രിമിനൽ കുറ്റമാണ് അവൻ ചെയ്തത്, നിസ്സാര കാര്യമല്ല. പക്ഷേ ആ കുഞ്ഞുങ്ങളെ ഓർത്തപ്പോൾ പരാതിയിൽ പേരുൾപ്പെടുത്താതിരുന്നത് അവർ അവരുടെ അപ്പനെ കാത്തിരിക്കുകയായിരിക്കുമല്ലോ എന്നോർത്തുകൊണ്ടാണ്. ഇന്ന് 12 മണിക്ക് മെഡിക്കൽ കോളേജിൽ ഹിയറിങ്ങിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞു പോകും. ഇന്നും സഖാത്തികളും സഖാക്കന്മാരും മറ്റു ക്രൂരന്മാരും ചേർന്ന് എന്നെയും മകനെയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണു പ്രണോയിയുടെ അമ്മയെ ആണ് ഓർക്കുന്നത്. എൻ്റെ മകൻ്റെ നേരെ എന്തെങ്കിലും അക്രമവും ആക്രോശവും ഉണ്ടായാൽ ജീവനും ജീവിതവും കണ്ണീരും കൊടുത്തു വളർത്തിയ ഞാൻ ക്ഷമിക്കില്ല. അപ്പനായ MM ലോറൻസിനെ ക്രിസ്തീയ മതാചാരപ്രകാരം അടക്കം ചെയ്യണം എന്ന ആവശ്യത്തിന് ഒരു പിന്മാറ്റവുമില്ല. ജീവിച്ചിരുന്നപ്പോൾ സഖാവ് ലോറൻസിനെ അപമാനിച്ച പാർട്ടിയാണ് CPM. നിലവിൽ CPKM ആയി അധപ്പതിച്ച പാർട്ടി. ജീവിച്ചിരുന്നപ്പോൾ പാർട്ടി സഖാക്കൾ തന്നെ അപ്പനെ വേട്ടയാടിയിരുന്നതിന് കയ്യും കണക്കുമില്ല. ലെനിൻ സെൻറ്ററിൽ നിന്ന് അപ്പനെ ഇറക്കിവിട്ട നികൃഷ്ട ജീവി ഗോപി കോട്ടമുറിക്കലും ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. ഇറക്കിവിട്ട അവൻ്റെ മൃതദേഹം ലെനിൻ സെൻറ്ററിൽ കൊണ്ടുപോയത് ആരെ ബോധിപ്പിക്കാനാണ്? അപ്പനെ ഗോപി കോട്ടമുറിക്കൽ ഇറക്കിവിട്ട അന്ന് എവിടെ പോയിരുന്നു തിരുവാതിര സഖാത്തികൾ? ജീവിച്ചിരുന്ന അപ്പനെ ഒന്ന് കാണാൻ പോലും ഭയമായിരുന്നല്ലോ സഖാക്കൾക്കും സഖാത്തികൾക്കും. പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വെട്ടിനിരത്തിയതിനു ശേഷം മലപ്പുറം സമ്മേളനത്തിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തിരികെ വരുന്നതുവരെ ഒരാളും അപ്പനെ കണ്ടാൽ മൈൻഡ് ചെയ്യില്ലായിരുന്നു. നിശബ്ദനായി എഴുത്തും വായനയുമായി വീട്ടിൽ മീറ്റിംഗ് ഉള്ളപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ അന്നും കാത്തിരിക്കാൻ ഭാര്യയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചതിയന്മാരും വഞ്ചകന്മാരുമായ മിത്രാദികൾ, സഖാത്തികൾ, സഖാക്കൾ ആരുമില്ലായിരുന്നു. അപ്പോഴെല്ലാം സുജയും അമ്മയും അപ്പനോട് പറയുമായിരുന്നു നശിച്ച കമ്മ്യൂണിസം നിർത്താൻ. മൂത്ത മകനായ സജിയും മൂത്ത മകളായ സുജയും അന്നൊക്കെ പാർട്ടിയെ ശപിച്ചിട്ടേയുള്ളൂ, കമ്മ്യൂണിസത്തെ ശപിച്ചിട്ടേയുള്ളൂ. ആ പാർട്ടിയെ വെറുത്തിരുന്നവർ ആണ് ഇരുവരും 4 മക്കളും എൻ്റെ അമ്മയും. മൂത്ത മകൻ പിന്നെ സഖാവാണ്. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ സഖാക്കൾക്ക്. അവസാന കാലത്ത് പാർട്ടിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. 2 മക്കളും സമ്പന്നരാണ്. എന്നിട്ടും അപ്പൻ്റെ ആവശ്യങ്ങൾക്ക് പാർട്ടി ആശ്രയിച്ച് അപ്പനെ അപമാനിച്ച മര്യാദയും നന്ദിയുമില്ലാത്ത 2 മക്കൾ. മകൻ സഖാവാണ് എന്ന് വയ്ക്കാം. SGP എന്ന ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനം നിലനിർത്തണമല്ലോ. ബൈബിൾ പ്രചാരണത്തിന് ലോകം മുഴുവൻ സ്വന്തം കാശ് മുടക്കി യാത്ര ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഉരുവിട്ട് ജീവിക്കുന്ന സുജ എന്ന മകൾ എന്തിനാണ് പാർട്ടിയുടെ അടിമയാകുന്നത്? ഇനി ഒരു കാര്യം കൂടി MM ലോറൻസിനെ കീറി മുറിച്ച് പഠിക്കാൻ വിട്ടുകൊടുക്കില്ല ഞാൻ, അതിനുവേണ്ടി എത്ര അപമാനിക്കപ്പെട്ടാലും. പിണറായി വിജയനും TP രാമകൃഷ്ണനും MV ഗോവിന്ദനും P രാജീവും മുതലായ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ സ്വയം കൊടുക്കട്ടെ. അവരെ ഭാവി തലമുറയ്ക്കുള്ള സമ്മാനമായി ഇവരുടെ എല്ലാ ഭാര്യമാരെയും കൊടുക്കട്ടെ. പാരൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൊടുക്കട്ടെ. MM ലോറൻസിനെ വിട്ടുതരില്ല. എൻ്റെയും കൂടി അപ്പനാണ്. ജീവിച്ചിരുന്നപ്പോൾ ജീവിതവും രക്തവും ഊറ്റിക്കുടിച്ച കമ്മ്യൂണിസത്തിന് മേനി നടിക്കാൻ ഇനി ലഭിക്കില്ല MM ലോറൻസിനെ. അമ്മ ആഗ്രഹിച്ചിരുന്നതുപോലെ, അമ്മ പ്രാർത്ഥിച്ചിരുന്നതുപോലെ അപ്പനും ദൈവത്തിങ്കലേക്ക് മടങ്ങണം. അപ്പന് മോക്ഷം ലഭിക്കണം. അലവലാതി സഖാത്തികളിലൂടെ അല്ല അപ്പൻ ഇനിയും ജീവിക്കേണ്ടത്. ജീവിച്ചിരുന്നപ്പോൾ അമ്മയ്ക്ക് അപ്പനെ ലഭിച്ചില്ല. മരണശേഷമെങ്കിലും അവർ ഒന്നിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച് ഒന്നായവർ അന്ത്യവിശ്രമത്തിലും ഒന്നായി തീരട്ടെ. അതിന് ആരും തടസ്സം നിൽക്കണ്ട. അമ്മയുടെ ബേബി ലോറൻസിൻ്റെ ഉരുകിത്തീർന്ന ജീവിതം, കണ്ണീർ നിങ്ങൾക്ക് സമാധാനം തരികയില്ല. മിലന് ഭക്ഷണം ചവച്ചിറക്കാൻ സാധിക്കുന്നില്ല ഈ ക്രൂരൻ മർദ്ദിച്ചത് കാരണം. ക്ഷമിക്കില്ല ഞാൻ. ബോബൻ വർഗീസെ ചെകുത്താനെ ദൂരപ്പോ എൻ്റെ കൺമുന്നിൽ നിന്ന്. ഇങ്ങനെയാണ് ആശ ലോറൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കടന്നു പോകുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിലും അദ്ദേഹം ഈ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ മഹാനായ ഒരു നേതാവിൻ്റെ മൃതദേഹമാണ് എങ്ങനെ സംസ്കരിക്കപ്പെടണം എന്ന ഒരു തർക്കത്താൽ ഇപ്പോഴും ആശുപത്രിയിൽ കാത്തിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ അതിൽ പക്വതയോടുകൂടി ഇടപെട്ട് പരിഹരിക്കേണ്ടത് സംഘടനയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ അതും കാണുന്നില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near
UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.